ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ ന്യൂസ് 18 കേരള ചാനലിൽ ഇതപ്പോഴാണ് ആ വീഡിയോ കഴിഞ്ഞത്. രേണു സുധിരത്ത് 18ഓളം ചോദ്യങ്ങൾ ആങ്കർ ചോദിക്കുകയാണ്. അപ്പോൾ രേണു സുധി അതിന് മറുപടി പറയുകയാണ്. അതിൽ എന്താ പറയുക, നമ്മളെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരുപാട് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന രീതിയിലുള്ള നമുക്കൊരുപാട് രേണുസുധിരത്ത് റെസ്പെക്റ്റ് തോന്നാവുന്ന രീതിയിലുള്ള കുറേ മറുപടികൾ രേണുസുധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കണം. രേണുസുധി തന്നെ കണ്ടൻറ് ആക്കിയിട്ട് എന്തിനാണ് വീഡിയോസ് ചെയ്യണമെന്നൊക്കെ പല യൂട്യൂബ് ചാനലുകളുടെ താഴെ രേണുസുധിരെ കണ്ടൻറ് ചെയ്യുന്ന ആളുകളുടെ ആ വീഡിയോസിന് താഴെ പലരും ഇങ്ങനെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേണുസുധീനെ ന്യൂസ് 18 കേരള ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിവിടെ രേണുസുധി അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അവരുടെ കുറച്ച് മറുപടികൾ, കുറച്ച് ചോദ്യങ്ങൾ, അവരുടെ കുറച്ച് ആകുലതകൾ, അവരുടെ സ്വപ്നങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രേണുസുധി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഒക്കെ നോക്കാം. അതിൽ രേണുസുധിയിൽ ചോദിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടായിരിക്കും നിങ്ങളെ മലയാളികൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പോൾ രേണുസുധി ഇതിന് മറുപടി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു വിധവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് ടിപ്പിക്കൽ മലയാളിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡാൻസ് കളിക്കണു, അവർ വേറൊരുത്തൻ്റെ കൈ പിടിക്കണു, ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റണില്ല. അതുപോലെ പെണ്ണുങ്ങളാണ് പലപ്പോഴും ഇതിങ്ങനെ ചെയ്യുന്നത്. അതായത് എന്താ അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊക്കെ ഭയങ്കര ആളുകൾക്ക് ദേഷ്യം, വെറുപ്പ് അങ്ങനെയുള്ള രീതിയിലൊക്കെ. അപ്പോൾ എനിക്ക് ഒരുപക്ഷെ അവരൊക്കെ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കും അവരത് അങ്ങനെ ചെയ്യുന്നത് ഒരു സംഗതി. എന്ന് വെച്ചാൽ അത് സ്ത്രീകളെ മൊത്തം ആക്ഷേപിച്ചിട്ട് അങ്ങനെ ചെയ്യണതല്ല. ആളുകളുടെ പൊതുവായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കുമല്ലോ, ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോൾ രേണുസുധിരെ ചോദിക്കേണ്ട ആങ്കറും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഒരു വളർച്ച കണ്ടിട്ട് രസിക്കാത്ത ശത്രുക്കളുണ്ട്? അപ്പോൾ അങ്ങനെ ഡയറക്റ്റായിട്ട് ശത്രുക്കളുള്ളതായിട്ടൊന്നും അറിയില്ല, ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലൊക്കെ, അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും എനിക്ക് കൂടുതൽ രേണുസുധിരത്ത് ഇഷ്ടം തോന്നിയതും ബഹുമാനം തോന്നിയതും വിഷമിപ്പിച്ചതുമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, രേണുസുധി പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഇടുന്ന ഡ്രസ്സ് തന്നെ പലരുടെയും ഡ്രസ്സുകളാണ്. അവരുടെ ഫ്രണ്ട്സ് കുറച്ച് ആളുകൾ അവരൊക്കെയാണ് പലപ്പോഴും ഡ്രസ്സ് കൊടുക്കുക. അപ്പോൾ ആ ഡ്രസ്സ് അവർ ധരിക്കുന്നു. അപ്പോൾ എന്താ കാശ് കിട്ടുന്നില്ലേ എന്നൊക്കെ അവർ പറയുന്നത്. വളരെ കുറച്ച് കാശ് മാത്രമാണ് അവർ ഈ ഷോർട്ട് ഫിലിമിനും ആൽബത്തിലൊക്കെ വാങ്ങുന്നുള്ളൂ. പല ഫ്രണ്ട്സും പറയലുണ്ട്, ഇത്ര അടുത്ത ക്ലോസ് ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, ഇത്ര കൂടുതൽ കാശ് വാങ്ങാൻ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളല്ലേ, അപ്പോൾ കാശ് കൂടുതൽ ചോദിക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ ചോദിക്കാൻ തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് 20 വയസ്സുള്ള മകനാണ്, മൂത്ത മകൻ അല്ലേ. അപ്പോൾ അവൻ്റേതായ ചിലവുകളുണ്ടാവും. ആ വീട്ടിൽ അപ്പന് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ, വീട്ടിലത്തെ കാര്യങ്ങൾ, പഞ്ചസാര, അരി, ഇതൊക്കെ വാങ്ങാനുള്ള കാശൊക്കെ ഒപ്പിക്കണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങനെ സേവിങ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കൊല്ലം സുധിയുള്ള സമയത്ത് സേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു വിധവയുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെ ട്രോളുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കാം കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം രേണുസുധി ഒരു സാധാരണ ഒരാൾ ജീവിക്കുന്ന പോലെ ജീവിച്ച്, ഇപ്പോൾ അവർ യാത്ര ചെയ്യുന്ന ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ സാധാരണ ഒരാൾ ജീവിക്കുന്ന പോലെ അവർ സമൂഹത്തിൽ ജീവിച്ച് കുടുംബം നോക്കി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ പോകുന്ന എന്നെ സംബന്ധിച്ചോളം അവരോട് ഭയങ്കര ബഹുമാനം കൂട്ടുന്ന ഒന്നാണ്. പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ എവിടെ എത്താം എന്നാണ് വിചാരിക്കുന്നത്? 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ കിട്ടുന്ന പോലുള്ള അവസരങ്ങൾ വരികയാണെങ്കിൽ ആക്ടിങ്ങിൽ തന്നെ നല്ലൊരു പൊസിഷനിലെത്തും എന്ന് വിചാരിക്കും, നല്ല അവസരങ്ങൾ കിട്ടും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞ കാര്യമുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആളുകൾ അതായത് ഇങ്ങനെ വൈറലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കല്യാണം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണുസുധിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ വലിയ വിഷയമായിരിക്കും. അപ്പോൾ ആളുകൾ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കാരി എന്താ ചെയ്ത് തല്ലിക്കൊല്ലുമതാവോ? അത് തല്ലിക്കൊല്ലും പറഞ്ഞാൽ ഭർത്താവിനെ ഇനി കല്യാണം കഴിക്കാൻ പോവുകയാണ് രേണുസുധി എന്നല്ല കേട്ടോ അർത്ഥം. രേണുസുധിരെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെങ്ങായിനെ എല്ലാവരും തല്ലിക്കൊല്ലും എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്ന ആളുകൾ, അതായത് വിധവ അവൾ തോന്നിയാസം കാണിച്ചിട്ട്, എന്ത് തോന്നിയാസം കാണിച്ചാവോ? ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ടാവുന്നത്, തോന്നിയാസം കാണിച്ചിട്ട് 2ാമത്തെ കല്യാണം കഴിച്ചു അവളുടെ സുഖം അന്വേഷിച്ച് പോയി എന്നൊക്കെ. രേണുസുധി പറയുന്ന കാര്യമുണ്ട്, പല ഫ്രണ്ട്സും ആളുകളൊക്കെ പറയുന്നത് ഇത്തരം 2 ആൺമക്കളാണ്, അവർ ഭാവിയിൽ അവരുടെ കാര്യം നോക്കി പോവും,
കാര്യം നോക്കി പോകും പറഞ്ഞാൽ കുട്ടികളെ മോശമായിട്ട് ചിത്രീകരിക്കണതല്ല കേട്ടോ. 2 ആൺമക്കളാണ്, ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകും. ഇവർക്ക് പിന്നെ രേണുസുതിക്ക് അത്ര പ്രായമൊന്നുമില്ല, 32 34 എന്തോ വയസ്സുള്ളൂ തോന്നുന്നു കേട്ടോ. അങ്ങനെ എവിടെ കേട്ടതായിട്ടാണ്, വീഡിയോ കണ്ടതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ രേണുസുതിക്ക് ഒരു കൂട്ട് വേണ്ടേ എന്നൊക്കെ. അപ്പോൾ രേണുസുതി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനത് അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കലുമില്ല, പിന്നെ നോക്കാം എന്നുള്ളൊരു ലെവലിൽ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നാലും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടുകാരൊത്ത് അയാളെ തല്ലിക്കൊല്ലുന്നില്ല. അത് രേണുസുതിയുടെ ഒരു ശൈലിയിൽ ഇങ്ങനെ പറയണതാണ് കേട്ടോ. അവരിങ്ങനെ സാധാരണ ഒരു ആൾ സംസാരിക്കുന്ന ഒരു കാഷ്വലായിട്ടാണ് അവർ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഒരുപാട് ആലോചിച്ചിട്ടൊന്നുമല്ല കാര്യങ്ങൾ പറയുന്നത്. അതായത് ആളുകൾ രേണുസുധീനെ കെട്ടാൻ പോണ ആളെ കൊല്ലുന്നല്ല കേട്ടോ അതിനർത്ഥം, അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ. എനിക്കത് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അപ്പുറത്തുള്ള ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു വ്യക്തി ഇങ്ങനെ നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ ആളുകൾ സംസാരിക്കില്ല, അതുപോലുള്ള ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ആങ്കർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ ഓരോതും വൈറലാവുന്നു. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈറലാവുന്നത് തോന്നുന്നത്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അവർ അവസാനത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് 3.5 മില്യൺ എന്തായിരുന്നു അത്ര ഇന്നലെ. ഇന്നത് ഇട്ട് നോക്കിയപ്പോഴേക്ക് ചുമ്മാ ഒരു റീലിട്ടാണ്, ഇപ്പോൾ നോക്കിയപ്പോഴേക്ക് ഇന്ന് നോക്കിയപ്പോഴേക്ക് അത് 4.5 മില്യൺ എന്തായിരുന്നു. അത് ഒരു ദിവസം കൊണ്ട് 1 മില്യനാണ് കയറണത്. എന്താ 3.5 മില്യനാണ് ഒറ്റ ദിവസം കൊണ്ട്. പിറ്റത്തെ ദിവസം നോക്കിയപ്പോൾ 1 മില്യൺ കൂടി കയറിയായിരുന്നു. അപ്പോൾ അത്രയും ഒരു ഹൈപ്പിലാണ് പോയോണ്ടിരിക്കുന്നത്. അതായത് മലയാളികൾ ഇത് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളികൾ ഇത് ഇത്രയും റീൽസൊക്കെ വൈറലാവാനുള്ള, വീഡിയോസ് വൈറലാവാനുള്ള കാരണം ഇതാണ് തോന്നുന്നു. അതായത് ടിപ്പിക്കൽ മലയാളി ഒരു വിധവ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അതായത് പെണ്ണുങ്ങൾ പലരും അവർക്കത് സൂഹിക്കണില്ല ആ രീതിയിൽ. പിന്നെ ചില ആളുകൾ നന്നായിട്ട്, അതായത് കുറ്റം പറയുന്ന ആളുകൾ ആരും നേരിട്ട് കാണുമ്പോൾ അങ്ങനെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടുള്ള അനുഭവം ഇല്ല. എല്ലാവരും സ്നേഹത്തോടു കൂടി ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അമ്മമാരൊക്കെ ആയാലും കൊല്ലം സുധിയുടെ ഭാര്യയല്ലേ, ഞങ്ങളുടെ സുധിയുടെ ഭാര്യയല്ലേ, സുധിച്ചേട്ടൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കും. ഞങ്ങളുടെ രേണു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് ആക്രമണമോ ആരെങ്കിലും തരംതാഴ്ത്തും ചെയ്തിട്ടില്ല എന്നൊക്കെ. പിന്നെ അവരോട് മറ്റേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെ ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ രേണുസുധി ഓപ്പണായിട്ട് പറഞ്ഞു, രേണുസുധീനെ അതായത് അവർ സ്കെൽട്ടാണെന്നുള്ള അവർ ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ എന്താണ് പല്ലീന്നോ അങ്ങനെ എന്തൊക്കെ ബോഡി ഷേഞ്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ജീവികളല്ലേ, ജീവികളെ വെച്ചിട്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്താ ചെയ്യുക, ആൾക്കാരെ അവർക്ക് തോന്നിയതുപോലെ പറയും എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായാലും രേണുസുധിയുടെ അടുത്ത് ഏകദേശം ഒരു 15-18 ചോദ്യങ്ങളാണ് ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം 15 കേട്ടോ, കറക്റ്റ് എണ്ണം എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്താ വെച്ചാൽ, രേണുസുധി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഈ ആളുകൾ ഇങ്ങനെ ക്രൂശിക്കുമ്പോഴേ എന്തിനെങ്ങനെ ക്രൂശിക്കണത് എനിക്ക് തോന്നുന്നു. ഒന്നാമത് ഈ ആളുകളുടെ ഫ്രസ്ട്രേഷൻ വെച്ചിട്ടാണ്. അതായത് നമ്മളെ കൊണ്ട് ലൈഫിൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ, അസൂയയാണോ, അതോ എനിക്കിങ്ങനെയൊക്കെ പലപ്പോഴും സംശയം തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ന് ഈ രേണുസുധി എന്ന എല്ലാ കാര്യങ്ങളെയും പേഴ്സണലി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല പറയണത്. നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴേ നമ്മൾ ഈ ഇമോഷൻസും ഫീലിങ്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ന്യൂട്രലായിട്ട് ഈ കാര്യങ്ങളൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കി. അതായത് ശരിയാണ്, നമുക്ക് പലപ്പോഴും ഇമോഷൻസും ഫീലിങ്സാണ് കാര്യമായി വർക്ക് ചെയ്യുക, നമ്മുടെ ലോജിക്ക് പലപ്പോഴും നഷ്ടപ്പെടും. ന്യൂട്രലായിട്ട് ഇതിനൊന്ന് കണ്ടു നോക്കി. അവർ ചെയ്ത കുറ്റം എന്താണ്, എന്താ രേണുസുധി ചെയ്ത കുറ്റം? രേണുസുധി അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പലരുടെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പോൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആളുകൾ അവർ ടച്ച് ചെയ്യുക, കിസ് ചെയ്യുക അങ്ങ് ചെയ്താൽ അതൊന്നും വലിയ വിഷയമല്ല, ആരും ചോദിക്കണമില്ല, അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം വാരി കൊടുക്കുക അല്ലെങ്കിൽ ഒരാളെ ടച്ച് ചെയ്യുക, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവളങ്ങനെ ചെയ്യാൻ പാടുണ്ട്, ഒരു വിധവയല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെന്താ അവർ അങ്ങനെ പറയുന്നത്, ആക്ടിങ് അല്ലേ എന്നിട്ട് അവൾ പറയുന്നുണ്ട്. രേണുസുധി അവർ പറയുന്നുണ്ട്, ഞാൻ പാത്തും പതുങ്ങിയിട്ടൊന്നും ഒരാളെ പോയിട്ട് ഒരാളോട് ഇങ്ങനെ ചെയ്യണമൊന്നുമില്ല, ഇത് ആക്ടിങ്ങിനായിട്ട് കണ്ടുകൂടെ എന്നൊക്കെയാണ് പറയുന്നത്. അവർ പറയണത് പക്ക ലോജിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും രേണുസുധിയുടെ ഇൻ്റർവ്യൂ News 18 വന്നിട്ടുള്ളത്. നമ്മൾ ചുമ്മാ, അതായത് ഇന്ന് സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു കണ്ടൻറ്റാണ് രേണുസുധി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചുമ്മാ ആൾക്കാർ പലരും പറഞ്ഞു എന്തിനോ രേണുസുധിനെ കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ. സോഷ്യലി റിലവൻ്റായ കാര്യങ്ങളെക്കുറിച്ച്, സംഭവങ്ങളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ സോഷ്യലി റിലവൻ്റായ രേണുസുധീനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എന്തപ്പോൾ പ്രശ്നം? അപ്പോൾ എന്തായാലും രേണുസുധി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുവരെ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു മാതൃക തന്നെയാണ്. എന്തപ്പോൾ ഇത് മോശമായിട്ട് എന്തിനെടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാം തന്നെ ഒരു കുറ്റവും ഇല്ലാത്ത മാതൃകയാണ് നല്ല പറഞ്ഞു വരുന്നത്. അവർ വീട് നോക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല തിരഞ്ഞെടുത്ത് ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നു. പിന്നെ അവരോട് പറയുന്നുണ്ട് ഇത് ശരിക്കും ആക്ടിങ് പാഷനാണെന്നുള്ളതുകൊണ്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ അവർ പറഞ്ഞത് വെച്ചാൽ തുടക്കത്തിൽ എന്താ വെച്ചാൽ അവർ കൊല്ലം സുധി കൊല്ലം സുധിക്ക് സേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു അത്ര. അപ്പോൾ കൊല്ലം സുധി മരിച്ചു പോയ സമയത്ത് പലരും സഹായിച്ചിരുന്നു, പക്ഷേ എല്ലാ കാലത്തും അവർ സഹായിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അവർ ജീവിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ആക്ടിങ്ങിന് ഒരു അഭിനയത്തിന് ഒരു ഓഫർ വന്നത്, കിച്ചു അഭിനയിക്കുന്നു. അപ്പോൾ കിച്ചുവിന് താല്പര്യമില്ല കിച്ചുവിന്. അപ്പോൾ ഓളോട് ചോദിച്ചു, രേണുസുധിയെ ചോദിച്ചു. അപ്പോൾ രേണുസുധി അപ്പോൾ രേണുസുധി അന്ന് നോക്കാം എന്ന് പറഞ്ഞു. മുമ്പ് അവർക്ക് ചെറുതായിട്ട് ഏതോ സീരീസിൽ കൊല്ലസുധിയുടെ കൂടെ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അഭിനയിച്ച് നോക്കി. അപ്പോൾ പിന്നെ ഓഫേഴ്സ് വരാൻ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞു. അത് കാര്യമായിട്ട് ആളുകൾ കണ്ടു അഭിനയിച്ച ആ രംഗം എന്നൊക്കെ, ആ സീന് എന്നൊക്കെ പറഞ്ഞു. ഷോർട്ട് ഫിലിമിലായിട്ട് തോന്നുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിം കാര്യമായിട്ട് ആളുകൾ കണ്ടു അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ അത് പാഷനായി, പിന്നെ കുടുംബം നോക്കണമല്ലോ. അപ്പോൾ ജോലി അങ്ങനെ മുമ്പ് പല ജോലി ഓഫേഴ്സും വന്നപ്പോൾ അതൊന്നും ശരിയായില്ല എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്ടിങ്ങിലേക്ക് വന്നാണ്, അവർക്കത് ഇഷ്ടമാണ്, പിന്നെ ജീവിക്കാനുള്ള ഒരു ഇതൊന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും രേണുസുധിയുടെ ഇൻ്റർവ്യൂ ന്യൂസ് 18 ചാനലിൽ കിടപ്പുണ്ട്. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, അത് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ തോന്നി. ദയവ് ഇത് ആരും തെറി വിളിച്ച് വരരുത്, ഈ എന്താ രേണുസുധീനെ സപ്പോർട്ട് ചെയ്യണത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. രേണുസുധി നമ്മളെപ്പോലെയൊക്കെ തന്നെ ഉള്ള ഒരു മനുഷ്യജീവിയാണ് എന്നാണ് എനിക്കിതിൽ പറയാൻ ഓർമ്മപ്പെടുത്താനുള്ളത്. അതായത് ഇപ്പോൾ നമ്മളൊക്കെ എല്ലാം തികഞ്ഞ ടീംസാണോ? രേണുസുധി അത്ര മോശമായിട്ട് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേ, ചുമ്മാ ഒന്ന് അറിയാൻ വേണ്ടി. എന്ന് കമൻറ്റ് ബോക്സിൽ മൊത്തം രേണുസുധിയുടെ കുറ്റങ്ങളായി ആവാൻ വേണ്ടിയിട്ട് ചെയ്യണതല്ല കേട്ടോ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ രേണുസുധിയുടെ പ്ലസ് പോയിൻറ്റുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യമായിട്ടുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു വിധവ, അവരുടെ കുടുംബം നോക്കാനും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ജീവിതത്തോട് പൊരുതി മുന്നോട്ട് പോകാനൊക്കെ കാണിക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുമോ. അതിലെന്താ ആൾക്കാർക്ക് വീണ്ടും കുശുമ്പ്. പിന്നെ അവർ ഇതിൽ പറയുന്നൊരു കാര്യമുണ്ട്, പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്, എന്താണ് സംസാരിക്കാനുള്ളത്, എന്ത് മെസ്സേജ് അവർക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ രേണുസുധി പറഞ്ഞ കാര്യമുണ്ട്, സാധാരണ രീതിയിൽ ഒരാൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പലർക്കും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കും. പക്ഷേ ഇവർക്ക് അങ്ങനെയൊന്നല്ല, രേണുസുധിക്ക് മനസ്സ് കല്ലായ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മറ്റേ ചാന്തുകുട്ടിൻ്റെ അവർ ആ വീഡിയോ ചെയ്തില്ലേ ആ സമയം മുതൽ. അപ്പോൾ അവർ പറഞ്ഞ സാധനമുണ്ട്, പെൺകുട്ടികൾ ഒരിക്കലും തളർന്നു പോകരുത്, ഇങ്ങനെ ഒരുപാട് അറ്റാക്ക് ഇതൊക്കെ വരും, പക്ഷേ അവനവന് ഇഷ്ടമുള്ള താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്ത്, പാഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്ത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നല്ല രീതിയിൽ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ജീവിതത്തിൽ ഒരിക്കലും തളരരുത്, ആത്മഹത്യ ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. എന്തായാലും താല്പര്യമുള്ളവർ, സമയമുള്ളവർ അത് പോയി കാണുക. ന്യൂസ് 18 അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. നമ്മുടെ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ്. കൂടുതൽ വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ മെച്ചപ്പെട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.